ഹലോ ഗൈസ്, വെൽക്കം ടു എജുപോഡ്. നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഇൻ്റഗ്രൽസ് വളരെ അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസും ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റഗ്രൽസ് ഓഫ് സം പെർട്ടിക്കുലർ ടൈപ്സ്. വളരെ സിമ്പിളാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ നിങ്ങൾ? അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ആണെന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസാണ് വരിക. സെക്കൻഡ് ഡിഗ്രി ആണ് നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന കക്ഷി. ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി വരുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രിയും ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഫസ്റ്റ് ഇതൊക്കെ ഈ മൂന്നും ചെയ്യണമെങ്കിൽ ഒരു ടൈപ്പ് ഇക്വേഷൻ ഉണ്ട്. ആ 3 ഇക്വേഷൻ പഠിച്ചാൽ മതി. ആൻഡ് അടുത്തത് ഡിനോമിനേറ്ററിൽ റൂട്ടിനുള്ള സെക്കൻഡ് ഡിഗ്രി വരുമ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ ഒരേ ടൈപ്പാണ്, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളാണത് നമുക്ക് പറയാം. ആൻഡ് ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രിയും ഡിനോമിനേറ്ററിൽ റൂട്ടിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ഡിഗ്രിയും, അതേപോലെ തന്നെ റൂട്ടിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ഡിഗ്രി വരുന്ന ഇങ്ങനത്തെ കേസുകൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ 9 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിച്ചു വെക്കണം. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. എല്ലാ പ്രോബ്ലംസും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കേട്ടാ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ഡിഗ്രി വരുന്ന കേസിൽ റൂട്ടൊന്നുമില്ല, റൂട്ടുള്ളതായി ഇവിടെ വേറെ ഉണ്ട്. ഡിനോമിനേറ്ററിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ്റെ ഫോമിലായിരിക്കും ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ഡിഗ്രി വരികയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് നോക്കിക്കേ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. ഇനി ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലാണ്. ശ്രദ്ധിക്കേണ്ട മാറ്റം 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്. സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കണം. ഇതൊന്നും പഠിക്കാതെ നമുക്കൊരു നിവർത്തിയില്ല. എന്തായാലും ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഇക്വേഷൻസ് നല്ലതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു 2-3 വട്ടം അത് കാണാതെ അങ്ങ് എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇനി അടുത്തത് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നമ്മൾ 1 + x² ഒക്കെ എഴുതുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാറില്ലേ, ആ സംഭവം തന്നെയാണ്. ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. സിമ്പിളാണ്. ഇനി ഇപ്പോൾ ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ഡിഗ്രി വരുന്ന കേസുകളാണ്. 3 സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചു, നോട്ട് ചെയ്ത് വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റൂട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ്? ഈസിയാ. റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാണെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതേപോലെ തന്നെ ഇത് കിട്ടോ, ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തന്നെ. ഈ 2 ഇക്വേഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അതിൻ്റെ ഒരു മാറ്റം മാത്രമേ ഇവിടെ രണ്ടിടത്തുള്ളൂ. ഇനി ഡി എക്സ് ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇക്വേഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ആണ്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്നതില്ലേ, എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണേ. എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, റെഡി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വളരെ അടിപൊളിയായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാണ്. ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നോക്കിക്കേ, പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16. ഇതെങ്ങനെ എഴുതേണ്ടത്? ഏതൊരു ഫംഗ്ഷനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറോ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറോ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറോ എന്ന് പറഞ്ഞ ഫോമിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇതിനെ ഞാൻ മാറ്റിയിട്ട് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16 അല്ലേ, 4 സ്ക്വയർ എന്ന് എഴുതി കൂടെ? സിമ്പിൾ. ആൻഡ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരുന്നെങ്കിൽ ആൻസർ എന്തായിരുന്നു? 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഇതാണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ശരിയല്ലേ? ഇനി അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു 1/2a. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവിടെ 2a എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എ എന്താണെന്ന് ആദ്യം മനസ്സിലാവണം. ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. നോക്കിക്കേ, ഇതിപ്പോൾ എ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമില. അങ്ങനെയാണ് എ എന്താ? 4 അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് 1/2a. അപ്പോൾ 1/2 എക്ക് പകരം ഞാൻ കൊടുക്കേണ്ടത് 4 അപ്പോൾ 1/2 × 4 ലോഗ് മോഡ് എക്സ് മൈനസ് എ. അപ്പോൾ എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 4 പ്ലസ് സി. ഇങ്ങനെ എഴുതിയാൽ മതി. സോ ആൻസർ നോക്കിക്കുക, വളരെ അടിപൊളിയായിട്ട് 1/8 ലോഗ് മോഡ് എക്സ് മൈനസ് 4 ബൈ എക്സ് പ്ലസ് 4 പ്ലസ് സി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡി എക്സ് ബൈ 5 + എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഏതൊരു നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആക്കി എഴുതാൻ മതിയെന്ന്. അപ്പോൾ 5ന് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ? പറ്റുമോടാ? ഡി എക്സ് ബൈ
9 ആണ് 3 സ്ക്വയർ ഇതായിരുന്നു, 4 ആണ് 2 സ്ക്വയർ ഇതായിരുന്നു. പക്ഷേ 5 ആകുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുക? ഇങ്ങനെ എഴുതിയാൽ മതി, √5 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് ഏത് ഫോമിലുള്ളത് നോക്കിക്കേ, ഇതിപ്പോൾ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലുള്ളത്. നമ്മൾ പറഞ്ഞു dx/a² പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ ആൻസർ 1/a tan ഇൻവേഴ്സ് x/a+c ഇതാണ് ആൻസർ. അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കേടാ, നിങ്ങളുടെ ഇതിൻ്റെ ആൻസർ എന്താ? 1/. എക്ക് പകരം ഇവിടെ കൊടുക്കേണ്ടത് എന്താ? √5 എ സ്ക്വയർ √5ൻ്റെ സ്ക്വയർ ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ √5. അപ്പോൾ 1/√5 tan ഇൻവേഴ്സ് എക്ക് പകരം കൊടുക്കേണ്ടത് എന്താ? √5. അപ്പോൾ ഇതാ √5+c ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ? നോക്കിക്കേ, വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. dx/1 + x²/4 ഇതൊരു പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം ഇതിനൊന്ന് അടിപൊളിയാക്കി നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ അതെങ്ങനെ കിട്ടുക? dx/1 + 4 പ്ലസ് x² ഓൾ ഡിവൈഡഡ് ബൈ 4. ഇതൊന്നുകൂടി അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. 4dx, അതായത് 4 ഇതാ ഇവിടെ ഡിനോമിനേറ്ററിലല്ലേ, തല തിരിച്ചിട്ടാൽ 4dx ഡിവൈഡഡ് ബൈ 4 + x². ശരിയല്ലേ? ഓക്കെ ആണല്ലോ. ഈ 4 കോൺസ്റ്റൻ്റ് ആണ്, ഞാൻ പുറത്തിട്ടു. അപ്പോൾ നോക്കിക്കേ, dx/ ഈ 4 + x² മാത്രമേ ഡിനോമിനേറ്ററിലുള്ളൂ. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ് പ്ലസ് x². എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ ഇതിൽ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ a² + x² ടൈപ്പാക്കി മാറ്റിക്കൂടെ? ശരിയാണല്ലോ. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്താ വരിക? = 4 കോൺസ്റ്റൻറ്റ് പുറത്തുണ്ട്, a² + x². നോക്കണേ, നിങ്ങളുടെ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. 1/a tan ഇൻവേഴ്സ് x/a ആണ് എന്ത്? dx/x² + a² അല്ലെങ്കിൽ a² + x² ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങളുടെ ആൻസർ വരും എങ്ങനെയാ? 1/a. അപ്പോൾ നോക്കിക്കേ, 1/a. a² 2 സ്ക്വയർ ആണ്, അപ്പോൾ a എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ദാ 1/2. അപ്പോൾ 1/a tan ഇൻവേഴ്സ് x/a. അപ്പോൾ tan ഇൻവേഴ്സ് എക്സിന് പകരം ഇവിടെ x എന്നല്ലേ ഉള്ളത്, x/a. എക്ക് പകരം 2 + c. അങ്ങനെയാണെങ്കിൽ ആൻസർ 4 × 1/2. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 2 tan ഇൻവേഴ്സ് x/2 + c ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസിയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, വരാറുണ്ട് എക്സാമിന്, ചോദിച്ചതാണ്. റെഡി? അടുത്ത് നോക്കിക്കേ, ഇൻ്റഗ്രൽ 1/x² - a² dx ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ആൻസർ? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, 1/2a log mod x² - a² ആണെങ്കിൽ x - a/x + a. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, പഠിച്ചു വെക്കണം, +c. പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് 1/x² + 4x - 5 dx. ഇവിടെയാണ് പ്രശ്നം വരിക. നേരത്തെ ഒക്കെ നമുക്ക് ഇതാ ഇവിടെ നിങ്ങൾക്ക് x² + a², ഇവിടെ 5 + x², ഇവിടെ നിങ്ങൾക്ക് x² - 16 എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഫോമിലേക്ക് ax² + bx + c എന്ന് പറഞ്ഞ ഫോമിലേക്ക് കറക്റ്റ് വന്നു. നേരത്തെ എക്സിൻ്റെ ടേമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ, ഇങ്ങനെ ax² + bx + c, അതായത് ഇതാ ഈ ഒരു ഫോമിൽ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ ടേമിനെ നിങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്തിട്ട് നമ്മൾ x² + a², x² - a² എന്നൊക്കെ പറഞ്ഞ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നോക്കിക്കേ, വളരെ സിമ്പിളാണ്. സ്ക്വയർ കംപ്ലീഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, സ്ക്വയർ കംപ്ലീഷൻ. ഇനി എല്ലായിടത്തും ഞാൻ എഴുതിയൊന്നുമില്ല, നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സ്ക്വയർ കംപ്ലീഷൻ, ഈ x² + 4x - 5നെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലടാ, വളരെ ഈസിയാണ്. x² + 4x നിങ്ങൾ എന്താ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാറുള്ളത്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ ഹാഫ്, 4ൻ്റെ ഹാഫ് 2, ആ 2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും ചെയ്യും, ആ 2ൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയല്ലേ? അപ്പോൾ അതാ ഇവിടെ ഒരാൾ കൂടി ഉണ്ട്, അതിനിടാൻ വേണ്ടിയിട്ടാണ് -5. ഇങ്ങനെയല്ലേ ചെയ്യുക? ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2 സ്ക്വയർ ആഡ് ചെയ്തു, 2 സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു, രണ്ടും ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ, ഈ x² + 4x + 2 സ്ക്വയർ എന്നുള്ളത് നമുക്ക് x + 2 the whole square എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? x² + 2 × x × 2 4x + 2 സ്ക്വയർ. കറക്റ്റ് അല്ലേ? അങ്ങനെ എഴുതി കൂടെ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നത്. -5 - 2 സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക -5 - 4 എന്നാണ്. -5 - 4 എന്ന് പറഞ്ഞാൽ -9 ശരി. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ, x + 2 whole square - 3 സ്ക്വയർ. സിമ്പിൾ, ഒരു പ്രശ്നവുമില്ല. അതായത് x² + 4x - 5നെ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമെങ്കിൽ എടാ ഈസിയാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ ടേമിന് പകരം ഇങ്ങനെ എഴുതാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ എന്താ ചെറുതായിട്ടൊന്ന് ആ ക്വസ്റ്റ്യനിൽ ഈ ടേമിന് പകരമുള്ളതൊന്ന് മാറ്റുകയാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1/x² + 4x - 5 dx ഇങ്ങനെ ആയിരുന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് മാറ്റുക. ഇൻ്റഗ്രൽ ന്യൂമറേറ്ററിൽ dx ഡിവൈഡഡ് ബൈ ഒന്നുമില്ല, വേറെ 1dx എന്ന് പറഞ്ഞാൽ dx അല്ലേ. ഈ x² + 4x - 5ന് പകരം x + 2 the whole square - 3 സ്ക്വയർ ഇങ്ങനെ ഇടുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം അതിന് പകരം നമ്മൾ
സ്ക്വയർ കംപ്ലീഷൻ ചെയ്ത് വെച്ച റിസൾട്ടാണിത്. ഇനി ശ്രദ്ധിച്ചോ, ഇനിയാണ് വളരെ ഈസി. ഇവിടെ എക്സിന് പകരം ഇവിടെ ഉള്ളത് x+2 ആ. എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 സ്ക്വയർ. അപ്പം x² - a² എന്ന് പറഞ്ഞ ഫോമുല കറക്റ്റ് അല്ലേ? എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആണെങ്കിൽ നിങ്ങൾ ഈ x+2 തന്നെ ഇട്ട് കൊടുത്താൽ മതി എക്സിന്റെ സ്ഥാനത്ത്. നോക്കിക്കോ, വളരെ സിമ്പിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1/2a. സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? 1/2a log mod x - a by x + a + c. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങളുടെ റിസൾട്ട് നോക്കിക്കേ, ഇതിന്റെ ആൻസർ നോക്കിക്കേ. 1/2 ഇൻറ്റു എക്ക് പകരം ഇവിടെ ഉള്ളത് 3 ആ. അപ്പോൾ 1/2a log mod x - a. എക്സിന് പകരം നിങ്ങൾ കൊടുക്കേണ്ടത് എന്താ? എക്സിന് പകരം ഇവിടെ ഉള്ളത് x+2 ആ. എപ്പോഴും ശ്രദ്ധിക്കണം, എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആണെങ്കിൽ ഇതിന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ഈ സംഭവം തന്നെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അതാ x+2 x - a. അപ്പം -aക്ക് പകരം 3 ഡിവൈഡഡ് ബൈ x + a. അതായത് എക്സിന് പകരം x+2 + a എന്ന് പറഞ്ഞാൽ 3. അടിപൊളി, +c. നോക്കിക്കേടാ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഫൈനൽ ആൻസർ കിട്ടി. 1/6 log mod 2x+2 അല്ലേ? അപ്പോൾ അതാ നിങ്ങൾക്ക് ഇങ്ങനെ വരിക, x 2 - 3 എന്ന് പറഞ്ഞാൽ എന്താ -1. അപ്പോൾ +-1 എന്ന് പറയുമ്പോൾ -1 തന്നെ. ഇവിടെ 2ഉം 3 കൂടി ആഡ് ചെയ്താൽ 5 കിട്ടും. അപ്പോൾ x + 5 + c. ഇതാണ് അതിൻ്റെ ആൻസർ. നോക്കിക്കേ, ഈസി അല്ലേ? പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാം. ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്, സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം, നോട്ട് ദ പോയിന്റ്. ഓക്കെ, റെഡി. അങ്ങനെയാണ് നോക്കിക്കുക അടുത്തത്. അപ്പോൾ ഇവിടെ ഈ സാർ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. ഞാൻ x² + 2x + 2നെ മാറ്റിയാണ് സ്ക്വയർ കംപ്ലീഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. എങ്ങനെയാണ് ചെയ്യുക? x² + 2x എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ. 2ൻ്റെ ഹാഫ് 1 ആ. 1ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യും ആൻഡ് 1ൻ്റെ സ്ക്വയർ എന്ത് ചെയ്യും? സബ്ട്രാക്റ്റും ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. ആൻഡ് ഇവിടെ ആര് കൂടി ഉണ്ട്? പ്ലസ് ഒരു 2 കൂടി ഉണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ, പ്രശ്നമല്ല. 1ൻ്റെ സ്ക്വയർ ആഡ് ചെയ്തു, 1ൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെയാണ് ആൻസർ നോക്ക്. x² + 2x + 1 the whole square. എക്സിനും 1നും സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് x + 1 whole square എന്ന് എഴുതാം. ഇനി ഇവിടെ മൈനസ് ആയിരുന്നെങ്കിലോ x - 1 whole square എന്ന് എഴുതാം. ഇനി അടുത്തത് 2 - 1² എന്നുള്ളത് 2 - 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ +1 എഴുതാം. അതായത് അടുത്ത സ്റ്റെപ്പിൽ ഇത് മാറ്റിയിട്ട് x + 1 whole square + 1 ആയതുകൊണ്ട് 1² എന്ന് എഴുതി കൂടെ? ശരിയല്ലേ? അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ എടാ അതാ നോക്കിക്കേ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും വരിക? ഈ ഒരു ഇക്വേഷനിൽ x² + 2x + 2ന് പകരം ഞാനിപ്പോൾ ഇതാ x + 1 whole square + 1² എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതാ dx/x² + 2x + 2. ഇതിന് പകരം നിങ്ങൾ മാറ്റി എഴുതേണ്ടത് ഇങ്ങനെയാണ്, dx/x + 1 the whole square + 1². നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഏത് ഫോമിലായി നോക്ക്. എക്സിന് പകരം ഇവിടെ x² ഉള്ളത്. അപ്പോൾ അതാ എക്സിന് പകരം x + 1 ഉള്ളത്. അപ്പോൾ x² + a² ഫോമിലായി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ x² + a² ഫോമിലാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1/a tan inverse x/a. അതായത് എക്ക് പകരം 1 ആ. അപ്പോൾ 1/1 tan inverse എക്സിന് പകരം ഇവിടെ x + 1 ഉള്ളത് ബൈ എ എന്ന് പറഞ്ഞാൽ 1 ആ. അപ്പോൾ അതാ നോക്കിക്കേ, ഇതാണ് ആൻസർ. ഇക്വേഷൻ ഓർമ്മ വേണം. dx/x² + a² ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ 1/a tan inverse x/a. എക്സിന് പകരം x + 1, എക്ക് പകരം 1. അപ്പോൾ ആൻസർ നോക്ക്, 1/1 എന്ന് പറഞ്ഞാൽ 1 എഴുതേണ്ട ആവശ്യമില്ല. tan inverse x + 1/1. സോ x + 1 എഴുതിയാൽ മതി +c. ദിസ് ഈസ് ദ ആൻസർ. ഗോട്ട് ഇറ്റ്? സിമ്പിൾ ആണല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. അടുത്തത് നോക്കാം നമുക്ക്. dx/3x² + 13x - 10. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? ഉണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളിത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുമ്പോണ്ടല്ലോ 3x² എന്തായാലും സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ച് വെക്കണം. ഈ x² കോയിഫിഷ്യൻ്റ് എപ്പോഴും 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റൂ. എടാ നോക്കിക്കേ, x² കോയിഫിഷ്യൻ്റ് അവിടെ 3 ഉള്ളത്. അതുകൊണ്ട് ഞാൻ ആ 3നെ പുറത്തെടുത്തു. 3 × x². 3നെ പുറത്തെടുക്കുമ്പോൾ എല്ലാ ടേംസൊന്നും എടുക്കണം. സോ നോക്കിക്കേ, 13ന് 3 പുറത്തെടുത്താൽ 13/3x എന്ന് വരും. ആൻഡ് ഇവിടെ -10/3 എന്ന് വരും. ഇപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. കഴിഞ്ഞിട്ടില്ലേ? 3 × x² + 13/3x. ഇവിടെ ഞാൻ 13/3ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. 13/3ൻ്റെ ഹാഫ് എന്താ നോക്കിക്കേ? 13/3ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 13/3 × 1/2 ചെയ്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹാഫ് നിങ്ങൾക്ക് കിട്ടുക 13/6 ആ. ശരിയല്ലേ? അപ്പോൾ 13/6ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യണം ആൻഡ് സബ്ട്രാക്റ്റും ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, +13/6 ഇതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു ആൻഡ് ഇതിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്റ്റും ചെയ്യുന്നു. 13/6ൻ്റെ സ്ക്വയർ നമ്മൾ സബ്ട്രാക്റ്റും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ ഒരാൾ കൂടി ഉണ്ട്, -10/3. -10/3. ഓക്കെ, പ്രശ്നമൊന്നുമില്ല.
ഈസിയാണ്. ഇനി നോക്കിക്കോ, ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ മൊത്തത്തിൽ ഇതാ ഇവിടെ ഒരു 3 പുറത്തുണ്ട്. ആ 3 പുറത്തുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി. ആൻഡ് എക്സിന് സ്ക്വയർ ഉണ്ട്, 13/6 സ്ക്വയർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സ് പ്ലസ് 13/6 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് അത് ഞാൻ മൈനസ് മൊത്തത്തിൽ പുറത്തെടുത്തു. അപ്പോൾ അതാ 10/3. ഇവിടുന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇതിവിടെ പ്ലസ് ആയി മാറുമല്ലേ, ശരിയല്ലേ? മൈനസ് 10/3 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. 13ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 ആണ്. ആൻഡ് 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് ഇതാണല്ലോ. അപ്പോൾ എന്താ ചെയ്യടാ, 336 ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയാൽ പോരെ. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണമെങ്കിൽ ഇവിടെ 36 ആക്കണം, ഇൻറ്റു 12 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയും ഇൻറ്റു 12 ചെയ്ത് കൊടുക്കണം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് കിട്ടും. നോക്കാം, നമുക്ക് നോക്കാം ചെയ്ത് നോക്കാം. സോ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കിട്ടി ഇങ്ങനെയാണ്. 3 ഇൻറ്റു എക്സ് പ്ലസ് 13/6 ഹോൾ സ്ക്വയർ മൈനസ് 10 ഇൻറ്റു 12 120. അപ്പോൾ അതാ 120/36 പ്ലസ് 169/36 ഇങ്ങനെ വരിക. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ? ആൻസർ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കിട്ടുമോ നോക്കാം. 3 ഇൻറ്റു അതിനെ തന്നെയാണ് മാറ്റി ചെയ്യുന്നത്. എക്സ് പ്ലസ് 13/6 ഹോൾ സ്ക്വയർ. പിന്നെ അതാ നോക്ക്, മൈനസ് ഉണ്ട്, മൈനസ്. എടാ 120 പ്ലസ് 169 ദാറ്റ് ഈസ് 289 ഡിനോമിനേറ്ററിൽ 36 തന്നെ അല്ലേ, ഇങ്ങനെ എഴുതി കൂടെ? എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. സോ അങ്ങനെയാണെങ്കിൽ ദാ 3 ഇൻറ്റു എക്സ് പ്ലസ് 3 അല്ല, എക്സ് പ്ലസ് 13/6 ഹോൾ സ്ക്വയർ മൈനസ് ഈ 289 എന്ന് പറഞ്ഞാൽ 17ൻ്റെ സ്ക്വയറാണ്. ആൻഡ് 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 17/6 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, സിമ്പിളാണ്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ ഈ ക്വസ്റ്റ്യനിൽ dx/3x² പ്ലസ് 13x മൈനസ് 10 ഇതിന് പകരം നമ്മൾ മാറ്റി എഴുതാൻ പോകുന്നത് ഇതാ, നോക്കിക്കേ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. dx/ ഇവിടെ ഒരു 3 കോൺസ്റ്റന്റ് പുറത്തുണ്ട്. അപ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് 13/6 ഹോൾ സ്ക്വയർ മൈനസ് 17/6 ഹോൾ സ്ക്വയർ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. സോ അടുത്ത സ്റ്റെപ്പിലാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നോക്കിക്കേ, ഈ 3 കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഈ 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ ആ 3നെ പിടിച്ച് പുറത്തിടുകയാണ്. 3നെ നമുക്ക് ഇറക്കിയാൽ ഇതാ ഇങ്ങനെ കിട്ടും. ഇൻ്റഗ്രൽ ബൈ 3 ഉള്ളത്. അപ്പോൾ 1/3 എഴുതുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇനി നോക്കിക്കോ, ഇതിപ്പോൾ x² മൈനസ് a² എന്ന് പറഞ്ഞ ഫോമിലല്ലേ? x² മൈനസ് a². എക്സിന് പകരം എക്സ് പ്ലസ് 13/6, എക്ക് പകരം 17/6. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? x² മൈനസ് a² ആണെങ്കിൽ 1/2a എന്നാ. അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടുക 1/2 ഇൻറ്റു എ. ആദ്യം ഇവിടെ ഒരു 1/3 ഉണ്ട്, അത് എഴുതിയിട്ട് നമുക്ക് എഴുതാം. അപ്പം നോക്കിക്കേ, 1/3 ഉണ്ട് പുറത്ത് കോൺസ്റ്റന്റ്, 1/2 എന്നാ. ഇവിടെ എക്ക് പകരം എന്താ ഉള്ളത് നോക്കിക്കേ, എക്ക് പകരം ഉള്ളത് 17/6. അപ്പം 2 ഇൻറ്റു 17/6 1/2a. ഇനി അടുത്തത് ലോഗ്. എടാ x² മൈനസ് a² ആണെങ്കിൽ എക്സ് മൈനസ് എ. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത് നോക്കിക്കേ, എക്സ് പ്ലസ് 13/6 മൈനസ് എ എന്ന് പറഞ്ഞാൽ 17/6 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ. എക്സിന് പകരം എക്സ് പ്ലസ് 13/6 എക്സ് പ്ലസ് എ പ്ലസ് എക്ക് പകരം 17/6. സിമ്പിൾ അല്ലേ? പ്ലസ് സി. സോ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇവിടെ ഒരു 3 ഉണ്ട്, ഇൻറ്റു 2 ഉണ്ട്. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ ഒരു 6 ഉണ്ട് ഡിനോമിനേറ്ററിൽ, അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ വരിക 1/17 ലോഗ് മോഡ്. ഇവിടെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് 13 മൈനസ് 17 എന്ന് പറഞ്ഞാൽ -4 അപ്പോൾ -4/6 എന്ന് വരും. പ്ലസും -4ഉം വരുമ്പോൾ -4/6 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് പ്ലസ് 13 പ്ലസ് 17 എന്ന് പറഞ്ഞാൽ 30/6 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ് പ്ലസ് 5 എന്ന് വരും. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഷോർട്ട് ചെയ്യാം. ഷോർട്ട് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആൻസർ ഇത്ര എഴുതി കൊടുത്താൽ മതി. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. റെഡി? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് നമ്മളിതാ ഇവിടെ എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ന്യൂമറേറ്ററിൽ ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും നോക്കിക്കേ, ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും ഡിനോമിനേറ്ററിൽ ഇങ്ങനെ സെക്കൻഡ് ഡിഗ്രിയും വരികയാണെങ്കിൽ നമ്മൾ വേറൊരു ടൈപ്പ് വെച്ചാണ് ചെയ്യുക. ഇതേ സംഭവം തന്നെയാണ്, ചെറിയൊരു മാറ്റം. നിങ്ങൾ ചെയ്യേണ്ട ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി, ശ്രദ്ധിക്കണേ, ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിലുള്ളത് എന്താണോ, ഇത് ന്യൂമറേറ്ററിലുള്ളതാണ് ന്യൂമറേറ്ററിലുള്ളത് എന്താണോ അതിനെ നിങ്ങൾ a ഇൻറ്റു d/dx ഓഫ് നിങ്ങൾ ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു എ, അതായത് ഇതാണ് നിങ്ങളുടെ ഡെറിവേറ്റീവ് ഓഫ്
ഡിനോമിനേറ്റർ നോക്കിക്കേ, കൃത്യമായിട്ട് നോക്കിക്കേ, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ എഴുതിയൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണമെന്നും നിർബന്ധമൊന്നുമില്ല. ദാ പ്ലസ് ബി ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ മതി. അതായത് ന്യൂമറേറ്ററിൽ എന്താണോ ഉള്ളത് അത് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റാണ്. ആ രണ്ട് കോൺസ്റ്റൻറ്റുകളും ഫൈൻഡ് ചെയ്യാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ഇക്വേഷനിൽ ഈ ന്യൂമറേറ്ററിനുള്ള ഇതിന് ഫംഗ്ഷന് പകരം റീപ്ലേസ് ചെയ്യും. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. വളരെ സിമ്പിളാണ്. ദാ നോക്കിക്കേ, മാർച്ച് 2019 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും, ഒരു പ്രശ്നവുമില്ല. സോ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു എ പ്ലസ് ബി. എന്നിട്ട് ഇവിടുന്ന് എൻ്റെ ബിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. നോക്കാം. ഇഫ് 2x + 4 ഈക്വൽ ടു എ ഇൻറ്റു 2x + 3 + ബി ഫൈൻഡ് എ ആൻഡ് ബി. ഇവിടുന്ന് എയും ബിയും ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എയും ബിയും ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച് നോക്ക്. യൂസിങ് പാർട്ട് എ ഇവാലുവേറ്റ് 2x + 4 ബൈ x² + 3x + 1. അതായത് ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഫസ്റ്റ് ഡിഗ്രി 10 ഡിഗ്രി എന്നൊക്കെ എഴുതിയത്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രിയാണ്, ശരിയല്ലേ? അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷനെ നിങ്ങൾക്ക് എന്താക്കി എഴുതാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ അല്ലേ പ്ലസ് ബി. ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതായത് 2x + 4 എന്നുള്ളത് നിങ്ങൾക്ക് എ ഇൻറ്റു x² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x പ്ലസ് 3x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സിൻ്റെ 1 3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 3 എന്ന് വരും. ഈ 1ൻ്റെ 0 ആയിരിക്കും. അപ്പോൾ പ്ലസ് ബി ഇങ്ങനെ കിട്ടാം. ഇതല്ലേ മുകളിലുള്ള സംഭവം. നിങ്ങളോട് എ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇങ്ങനെയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യാനാ. ഇത് തന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത്. നമ്മൾ ഇങ്ങനെ ചെയ്തു വെക്കും. എന്നിട്ട് ഇത് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങളിതാ ലെഫ്റ്റിൽ 2x + 4 ഉണ്ട്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. എ ഇൻറ്റു 2x. അപ്പോൾ 2ax പ്ലസ് ഇവിടെ 3 ഉള്ളത്. അപ്പോൾ 3a + b. ഇവിടെ നിങ്ങൾ എൻ്റെയും ബിൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. അത് വളരെ ഈസിയാണ്. നോക്കിക്കേ, എക്സ് ഉള്ള ടേം ഇതാണ്. എക്സ് ഉള്ള ടേം 2x, ഇവിടെ എക്സ് ഉള്ള ടേം 2x. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എക്സ് ഉള്ള ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ കിട്ടും. നോക്കിക്കേ, ഇക്വേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം, വളരെ സിമ്പിളാണ്. 2xന് ഈക്വൽ ആയിട്ട് അവിടെ ഉള്ളത് 2ax ആണ്. ഈ എക്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഈ 2 ഇങ്ങോട്ട് വന്നാൽ 2/2 = a. ദാറ്റ് ഈസ് എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി. ഇനി അതേപോലെ തന്നെ ബീൻ്റെ വാല്യൂ കിട്ടണം. ഇവിടെ നോക്ക്, ഇവിടെ അടുത്ത കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ദാ ഈ 4 ആണ് അടുത്ത കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് 3a + b ആ. എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 4ന് ഈക്വൽ ആയിട്ട് ഇവിടെ ഉള്ളത് 3a + b ആണ്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വാല്യൂ പറയാം 1 ആണ്. അപ്പോൾ 4 = 3 × 1 കൊടുക്കുമ്പോൾ 3 കിട്ടും പ്ലസ് ബി. സോ ഇതിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 4 - 3 ആണ് ബി എന്ന് പറയുന്നത്. ആൻഡ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? എയും കിട്ടി, ബിയും കിട്ടി. നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞത് എൻ്റെയും ബിൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യാനാ. അത് നിങ്ങൾ ഫൈൻഡ് ചെയ്തു. എൻ്റെ വാല്യൂ എന്താ? എ = 1 ആൻഡ് ബി = എത്രയാ? 1. എ ക്വസ്റ്റ്യൻ ആൻസറായി. അത് ബി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഹിൻറ്റ് കൂടിയാണ്. അങ്ങനെയാണ് ബി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാമല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പറ്റൂല. 2x + 4 ബൈ x² + 3x + 1 dx. നിങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ന്യൂമറേറ്ററിലുള്ളതാ ഇതിനെ നിങ്ങൾക്ക് 2x + 4 നിങ്ങൾക്ക് a ഇൻറ്റു 2x + 3 + b എന്ന് എഴുതാം. അതായത് ഈ 2x + 3 എന്താ? ഇതിൻ്റെ ഡെറിവേറ്റീവാണ്. സോ നമ്മൾ അതേപോലെ ഒന്ന് എഴുതാൻ പോവാം. എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 2x + 3 അല്ലേ? 2x + 3 പ്ലസ് b എന്ന് പറഞ്ഞാൽ അതും 1 ആണ്. 1 ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്ററിലെ x² + 3x + 1 dx ഉണ്ട്. ഓക്കെ, റെഡി. ഇനി നോക്കിക്കേടാ, വളരെ ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അതെങ്ങനെയാണ് സാർ? 1 × 2x + 3 എന്താ? 2x + 3 തന്നെയല്ലേ? സോ ആ 1 × 2x + 3 എന്നുള്ളത് നമുക്ക് 2x + 3 തന്നെ എഴുതാം. കോൺസ്റ്റൻറ്റ് വേറെ ഏതോ കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിന് പുറത്തിടായിരുന്നു. അപ്പോൾ 2x + 3 ബൈ x² + 3x + 1 ഒരു പ്രശ്നവുമില്ല. dx ഉണ്ട്. പ്ലസ് ഒരാൾ കൂടി ഉണ്ട്, 1/x² + 3x + 1 dx. ഇനിയാണ് നിങ്ങളിത് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യേണ്ടത്. ഈ രണ്ട് ഫംഗ്ഷനും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതാണ് നിങ്ങളുടെ ആൻസർ വരിക. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ x² + 3x + 1ൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ 2x + 3. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിലും ആൻഡ് ഫംഗ്ഷൻ ന്യൂമറേറ്ററിലും വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സബ്സ്റ്റിറ്റ്യൂഷനിൽ. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരുന്നു? log mod f of x + c. അതായത് log mod
ദാറ്റ് ഫംഗ്ഷൻ പ്ലസ് സി. ഇങ്ങനെയല്ലായിരുന്നോ? എടാ ഇവിടെ അതേ ഫോമിലല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ആൻസറും കിട്ടി. നിങ്ങളുടെ ആൻസറായി ദാ ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. 2x + 3 ദാ ഇതാണ് ഫംഗ്ഷൻ. ശരിയാണോ നോക്കിക്കേ. ഇത് ഇത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ 2x x² + 3x + 1ൻ്റെ ഡെറിവേറ്റീവ് ആയത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ ഒരു ടേം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ദാറ്റ് ഫംഗ്ഷൻ പ്ലസ് സി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. ലോഗ് മോഡ് ഫംഗ്ഷൻ എന്താ x² + 3x + 1. അപ്പോൾ ദാ ലോഗ് മോഡ് x² + 3x + 1 പ്ലസ് സി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നമുക്കൊരു ടേം കൂടി ഉണ്ട് പ്ലസ്. ഇനി നോക്ക് ഇവിടെ ഉള്ളതേ ദാ ഇവിടെ വേണേൽ ഒന്നുകൂടി നമുക്ക് എഴുതാം. 1 എന്തായിരുന്നുള്ളത് x² + 3x + 1 അല്ലേ. x² + 3x + 1. ഇനി ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഫോമിൽ ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതണം. അപ്പോൾ ഈ x² + 3x + 1ൻ്റെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം എന്നാണ് അർത്ഥം. x² + 3x + 1 സ്ക്വയർ കംപ്ലീഷൻ ചെയ്താൽ എങ്ങനെ കിട്ടാൻ നോക്ക്. x² + 3x. ഈ 3x 3ൻ്റെ എക്സിൻ്റെ കൂടെ ഉള്ളത് 3, അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ 3/2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു ആൻഡ് 3/2ൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുന്നു. ശരിയല്ലേ? 3/2ൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ സ്ഥലമല്ല. സോ ഇതിൻ്റെ നടുവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉള്ള ഓൾറെഡി ഉള്ള ഒരു +1 കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. -3/2 ഹോൾ സ്ക്വയർ. ഓക്കെ റെഡി. സോ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുക? x + 3/2 ഹോൾ സ്ക്വയർ എന്നും വരും. അതേപോലെ തന്നെ 1 ഇവിടെ ഒരു പ്ലസ് ഉണ്ട് 1 - 3ൻ്റെ സ്ക്വയർ 9/2ൻ്റെ സ്ക്വയർ 4. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടുക? x + 3/2 ദ ഹോൾ സ്ക്വയർ. 1 - 9/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 - 9/4 അതായത് -5/4 എന്ന് വരിക. ഇത് നിങ്ങൾക്ക് ഏതോ നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുമോ? പറ്റും. ഇതാ സിമ്പിൾ x + 3/2 ദ ഹോൾ സ്ക്വയർ. ഇതിനെ നിങ്ങൾ മാറ്റിയിട്ട് -5 എന്ന് പറഞ്ഞാൽ √5ൻ്റെ സ്ക്വയറാണ്. 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ √5/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങളുടെ ആൻസറും കിട്ടി. ഇതാ നോക്കിക്കേ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇതിനെ മാറ്റിയിട്ട് ഇതാ ലോഗ് മോഡ് x² + 3x + 1 അത് നമ്മൾ ഓൾറെഡി ആൻസർ എഴുതിയതാണ്. പ്ലസ് ഇൻ്റഗ്രൽ ദാ 1 ഈ x² + 3x + 1ന് പകരം ഇനി നമ്മൾ കൊടുക്കുന്നത് എന്താ? x + 3/2 ഹോൾ സ്ക്വയർ പിന്നെ -√5/2 ഹോൾ സ്ക്വയർ. ശരിയല്ലേ? നോക്കിക്കേ. ഇനിയടാ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളിതാ ഇതാണ് x² എന്നും ആൻഡ് ഇതാണ് a² എന്നും മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദിസ് ഈസ് ഇൻ ദ ഫോം x² - a². ഡിനോമിനേറ്ററിൽ x² - a² വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കുംടാ? ഇവിടെ ലോഗ് മോഡ് x² + 3x + 1 എന്ന് കിട്ടി. ആൻഡ് പ്ലസ് നോക്കിക്കേ x² - a² ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/2a. അപ്പോൾ 1/2 × a √5/2. ശരിയല്ലേ? 1/2a. ലോഗ് മോഡ് x - a/x + a. അപ്പോൾ x - a എക്സിന് പകരം x + 3/2 x - aക്ക് പകരം √5/2 ഒക്കെയാണ് ഡിവൈഡഡ് ബൈ x + a. എക്സിന് പകരം x + 3/2 തന്നെയാണ് പ്ലസ് എക്ക് പകരം എന്താ? √5/2 ആൻഡ് പ്ലസ് സി. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഒന്നുകൂടി നമുക്ക് ഷോർട്ടാക്കാം. നോക്കിക്കേ. ഇവിടെയുള്ള ഈ 2 ഞാൻ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ലോഗ് x² + 3x + 1 x² + 3x + 1 പ്ലസ് 1/√5 ലോഗ് മോഡ്. നോക്കിയേടാ ഇവിടെ 2 ഇവിടെ 2 ഉണ്ട്, ഇവിടെയൊക്കെ 2 ഉണ്ട്. 2 കൊണ്ട് മൊത്തം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇവിടെയും 2 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആൻസർ വിട്ടുക x × 2 2x. ഇവിടെ 2 × നമ്മൾ 3/2 ചെയ്യുമ്പോൾ 2 × 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ +3 മൈനസ് ഇവിടെയും 2 × 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ √5 ഡിവൈഡഡ് ബൈ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x + 3 പ്ലസ് √5 പ്ലസ് സി. വളരെ അടിപൊളിയായിട്ട് ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ഈ ഒരു ടൈപ്പ് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ ടൈപ്പാണ്. ഈ ടൈപ്പ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളിലേക്ക് ഒന്നുകൂടി ഒരു എത്തിനോട്ടം നടത്താം. അതാ നോക്കിക്കേടാ, ഇതായിരുന്നു ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്തതൊക്കെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഇനി ഡിനോമിനേറ്ററിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി വരുന്നത് റൂട്ടിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ. x² - a², a² - x², x² + a². ഇത് രണ്ടും തമ്മിൽ ഇതാ ഇക്വേഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തന്നെ എഴുതി കൊടുത്താൽ മതി, ബാക്കിയൊക്കെ കറക്റ്റാണ്. ആൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. √a² - x² ആണെങ്കിൽ sin ഇൻവേഴ്സ് x/a പഠിച്ചു വെക്കണേ. എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവിടെ? യെസ്. 1/√x² - 9 എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞു x² - 9 നമ്മൾ പഠിച്ച ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് √x² - 3² എന്ന് എഴുതി കൂടെ? ഇവിടെ നിങ്ങൾ പഠിച്ച രീതിയിലേക്കായടാ x² - a². x² - a².
അങ്ങനെയാണ് ആൻസർ എന്താ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ അതിവിടെ എഴുതി കാണിച്ചു തരാം 1/√x² മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് പ്ലസ് എന്താണോ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് അത് പ്ലസ് സി. ഓക്കെ റെഡി, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ആൻസർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. എഴുതിക്കേ ലോഗ് മോഡ് എക്സിന് പകരം എക്സ് തന്നെ പ്ലസ് റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത്, അതായത് x² മൈനസ് 3² അപ്പോൾ x² മൈനസ് 3² പ്ലസ് സി. വേണമെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാക്കി ഇങ്ങനെ ഇരിക്കോ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് x² മൈനസ് 9 പ്ലസ് സി. ഇതാണ് ആൻസർ. ഈസി, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ആണ്, ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്റഗ്രൽ 1/√1 മൈനസ് 4x². ഇവിടെ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാ. 1/√1 മൈനസ് 4x² ഞാൻ ഈ 2x² എഴുതട്ടെ. എന്തെങ്കിലും തെറ്റുണ്ടോ? അതായത് ഇവിടെ a² ഫസ്റ്റ് തന്നെ ഇത് a² a² എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 1² എഴുതാം, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതാണ് എന്ത് എൻ്റെ കയ്യിലുള്ള എക്സ്, അപ്പോൾ ഇത് x² a² മൈനസ് x². a² മൈനസ് x² ആണെങ്കിൽ ആൻസർ വരിക സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി. ശരിയാണോ? ദാ 1/√a² മൈനസ് x² dx ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി അത് തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ ഈക്വൽ ടു ഇവിടെ എക്സിന് പകരം ചെറിയൊരു പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്നറിയോ? എക്സിന്റെ കോയിഫിഷ്യന്റ് നേരത്തെ ഒക്കെ 1 ഉള്ളപ്പോഴാണ് നമ്മൾ ഈ x+3 x-5 ഒക്കെ ആകുമ്പോൾ അത് അങ്ങനെ എഴുതിയത്. പക്ഷെ ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 2 ആ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണോ വരുന്നത് അതിനെ കൊണ്ട് ഡിവൈഡ് കൂടിയും ചെയ്ത് കൊടുക്കണം. അതായത് ആൻസർ വളരെ സിമ്പിൾ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിന് പകരമുള്ളത് 2x അപ്പൊ 2x/എക്ക് പകരമുള്ളത് 1 അപ്പൊ 2x/1 പ്ലസ് സി. പക്ഷേ നിങ്ങൾ എന്തുകൂടി ചെയ്ത് കൊടുക്കണം? എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണോ അതുകൊണ്ട് ഡിവൈഡ് കൂടി ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് 1/2 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ. സോ നോക്കിക്കേ ആൻസർ വളരെ അടിപൊളിയാക്കി ഇങ്ങനെ എഴുതാം 1/2 സൈൻ ഇൻവേഴ്സ് 2x പ്ലസ് സി. ഓക്കെ അല്ലേ? നോക്കിക്കേ സിമ്പിളാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ റെഡി. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് അറിയാലോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. തല തിരിച്ചിട്ടാൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയായി. സോ നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ. യൂസിങ് ദ റിസൾട്ട് dx/x² പ്ലസ് a² ആണെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് √x² പ്ലസ് a² പ്ലസ് സി. ഇവാലുവേറ്റ് മൈനസ് cosec² x √cot² x പ്ലസ് 9. എങ്ങനെ ചെയ്യുക? നമ്മൾ ഈ ഒരു റിസൾട്ട് തന്നതുകൊണ്ട് ഉറപ്പാണ് ഇതെന്തായാലും a² അപ്പോൾ ഇത് x² ആക്കണം. എന്തെങ്കിലും നടപടി ഉണ്ടോ? ഉണ്ടടാ, സബ്സ്റ്റിറ്റ്യൂഷന്. നോക്കിക്കേ cot² x cot² x ഉണ്ട് ആൻഡ് cosec² x ഉണ്ട്. എടാ നിങ്ങൾ പഠിച്ചൊരു കാര്യം ഉണ്ട് കേട്ടോ. കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് ആണ് -cosec² x ശരിയല്ലേ? കോട്ടെക്സ് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് ആണ് -cosec² x. തിരിച്ചാലോചിച്ച് നോക്ക്, ഇന്റഗ്രൽ cosec² x എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ടെക്സ് ആണ്. അപ്പൊ ഞാൻ കോട്ടെക്സിന് പകരം ടി എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. ടി ഈക്വൽ ടു കോട്ടെക്സ്. അങ്ങനെയാണ് നോക്ക്, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു dx dt ഈക്വൽ ടു dt/dx എന്ന് വരും. കോട്ടെക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -cosec² x/dx ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു dx ശരിയല്ലേ? അപ്പോൾ dt എന്ന് പറയുന്നത് ഇതാണ് ആൻഡ് ടി എന്ന് പറയുന്നത് ഇതുമാണ്. റീപ്ലേസ് ചെയ്യാം, മാറ്റിയെടുക്കാം. അതായത് നോക്കിക്കേ ഇന്റഗ്രൽ -cosec² x dx അതിന് പകരം എന്ത് കൊടുത്താൽ മതി? ഞാൻ ഇനി dt എന്ന് കൊടുത്താൽ മതി. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഞാൻ കോട്ടെക്സിന് പകരം ടി ഒന്ന് എടുത്തത് അപ്പോൾ cot² x ആകുമ്പോൾ t² പ്ലസ് 9 എനിക്ക് 3² എന്ന് എഴുതാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പം നമ്മളിതാ നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിപ്പോൾ x² പ്ലസ് a² എന്ന് പറഞ്ഞ ഫോമില x² പ്ലസ് a² വിത്ത് റെസ്പെക്ട് ടു dx അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. സോ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഓൾറെഡി അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ലോഗ് മോഡ് എക്സിന് പകരമുള്ളത് ടി അപ്പോൾ ടി പ്ലസ് റൂട്ട് ഓഫ് x² പ്ലസ് a² അതായത് t² പ്ലസ് 3² പ്ലസ് സി. സിമ്പിളാണ്. സോ നോക്കിക്കേ ടീനൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ലോഗ് മോഡ് ടിക്ക് പകരം നമ്മൾ കൊടുത്തത് കോട്ടെക്സ് അപ്പോൾ കോട്ടെക്സ് പ്ലസ് റൂട്ട് ഓഫ് cot² x പ്ലസ് 3² എടാ 3² എന്ന് പറഞ്ഞാൽ 9 അല്ലേ? അപ്പോൾ 9 പ്ലസ് സി. ഇതല്ല ആൻസർ. നോക്കിക്കേ ഈസി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനും ഇങ്ങനത്തെ കേസിലും വരാം, ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ dx/√x² പ്ലസ് 2x പ്ലസ് 2. സാർ എങ്ങനെ ചെയ്യും? നമ്മൾ x² പ്ലസ് a² x² മൈനസ് a² അല്ലെങ്കിൽ a² മൈനസ് x² ഒന്നും ആക്കണ്ടേ? പ്രശ്നമല്ലടാ. സ്ക്വയർ കംപ്ലീഷൻ ഇവിടെയും അതേ റൂള് സ്ക്വയർ കംപ്ലീഷൻ ചെയ്താൽ മതി. ആരെയാണ് നിങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ കാണുന്ന ഈ സെക്കൻഡ് ഡിഗ്രി x² പ്ലസ് 2x പ്ലസ് 2 എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുക? x² പ്ലസ് 2x ഈ 2xന്റെ ഹാഫിന്റെ സ്ക്വയർ നിങ്ങൾ ആഡ് ചെയ്യുക ആൻഡ് അതെന്ത് ചെയ്യുക? സബ്ട്രാക്റ്റും ചെയ്യാം.
എടാ 2x സോറി 2ൻ്റെ ഹാഫ് എക്സിൻ്റെ കൂടെ ഉള്ളത് എന്താണോ അതിൻ്റെ ഹാഫ് 1 അല്ലേ. അപ്പോൾ 1ൻ്റെ സ്ക്വയർ ആഡ് ചെയ്തു ആൻഡ് 1ൻ്റെ സ്ക്വയർ സബ്ട്രാക്റ്റും ചെയ്തു. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി എഴുതുന്നത് നോക്കിക്കേ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഇതെങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. 2 മൈനസ് 1 സ്ക്വയർ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 അപ്പോൾ പ്ലസ് 1. ഈ പ്ലസ് 1ന് എനിക്ക് 1 സ്ക്വയർ എന്ന് എഴുതി കൂടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്ത്, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇതിപ്പം കിട്ടിയത്. സോ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതാ നോക്കിക്കേ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ മാറ്റി ചെയ്തെന്ന് നോക്കിക്കേ. ഇപ്പോൾ നിങ്ങൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2ന് പകരം ഇങ്ങനെ എഴുതും. അങ്ങനെയാണ് നിങ്ങളുടേതാ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 എന്നുള്ളത് ഞാൻ മാറ്റി എഴുതുമ്പോൾ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് ഇപ്പോൾ ഏത് ഫോമിലാണ് നോക്കിക്കേ, വേഗം നോക്കിക്കേ. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നേരത്തെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിച്ചതാ ഈ സംഭവം തന്നെ. ഓക്കെ, അപ്പോൾ അത് അപ്ലൈ ചെയ്തതാ. അത് വേറെ ക്വസ്റ്റ്യൻ ആട്ടോ, അത് നിങ്ങൾക്ക് അങ്ങനെ തരുന്നില്ല. സ്റ്റാൻഡേർഡ് റിസൾട്ട് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ആൻസർ എന്താ വരിക? ലോഗ് മോഡ് എക്സ്, എക്സിന് പകരം എക്സ് പ്ലസ് 1 അപ്പോൾ എക്സ് പ്ലസ് പിന്നെ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ നോക്കി എന്താ ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് സി. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാക്കി കേട്ടോ. ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് ഈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് തിരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തതല്ലേ. അപ്പോൾ ഇതിന് പകരം അങ്ങനെ തന്നെ എഴുതിക്കോ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 പ്ലസ് സി. ഗോട്ട് ഇറ്റ്? സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഡിഗ്രി വന്നിട്ടുണ്ട്, വേഗം പോയി സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ 3 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ ആണ് ഡിനോമിനേറ്ററിലുള്ളത്, അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം കൂടി കടന്നു വരാനുണ്ട്. എന്താ പ്രശ്നം എന്നല്ലേ? എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എപ്പോഴും 1 ആവണമെന്ന് പറഞ്ഞത്. ഇത് നിങ്ങളൊന്ന് തല തിരിച്ച് ചെയ്ത് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3, അതായത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആക്കി എഴുതിയതാ. പക്ഷേ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് നെഗറ്റീവാ അല്ലേ? നെഗറ്റീവാണ്. സോ മൈനസ് പുറത്തെടുത്തോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഞാൻ പറഞ്ഞു എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എപ്പോഴും പോസിറ്റീവ് 1 ആയിരിക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ശരിയല്ലേ? മൈനസ് ഇവിടുന്ന് പുറത്തു പോയാൽ പ്ലസ് ആയി, പ്ലസ് 3 അപ്പോൾ അവിടെ എന്താവും? -3. കറക്റ്റ് അല്ലേ? മൈനസ് എക്സ് സ്ക്വയർ മൈനസും പ്ലസും മൈനസും പ്ലസ്, ഒരു പ്രശ്നമില്ല. ഇനി ഇതിനെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്താൽ മതി. അപ്പോൾ ഒരു മൈനസ് പുറത്തുണ്ട്. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ഇവിടെ നമ്മുടെ -3 ഉണ്ട്. ആൻഡ് ഞാൻ വേറെ കളർ എടുത്ത് 2x എക്സിൻ്റെ കൂടെ ഉള്ളത് എന്താണോ അതിൻ്റെ ഹാഫ്, 2ൻ്റെ ഹാഫ് 1, അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു ആൻഡ് അതിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുന്നു. സോ റെഡി സാർ, പ്രശ്നമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ മൈനസ് നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ എന്താ ചെയ്തത്? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ -3 മൈനസ് 1 സ്ക്വയർ. -3 മൈനസ് 1 സ്ക്വയർ -4 എന്നാണ് കിട്ടുക. -4. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഒരു മൈനസ് ഇല്ലേ പുറത്ത്, ഈ മൈനസിന് ഉള്ളോട്ടേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. മൈനസും പ്ലസ് ആയി. ഈ പ്ലസ് 4നെ ഞാൻ 2 സ്ക്വയർ എഴുതി. അങ്ങനെയാണ് 2 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ അതാ നോക്കിക്കേ, ഇതിപ്പോൾ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമില വന്നത്. അതെങ്ങനെയാണെന്നല്ലേ നോക്കാം. നോക്കിക്കേ, നമ്മുടെ ആൻസർ വരുന്നത് ഇൻ്റഗ്രൽ 1/√3 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ അതിന് പകരം ഞാൻ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതി. അതായത് 1/√2 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമില ഉള്ളത്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമില ഉള്ളത്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ ഡിനോമിനേറ്ററിൽ റൂട്ടിൻ്റെ ഉള്ളിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 1/√a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണെങ്കിൽ നമ്മൾ പഠിച്ചത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്നാ. സോ നിങ്ങളുടെ ആൻസർ ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് 1. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്ക് പകരം നോക്കി, എ സ്ക്വയർ 2 സ്ക്വയർ ആണ്. അപ്പോൾ എക്ക് പകരം 2 പ്ലസ് സി. സിമ്പിൾ, ഈസി. റെഡിയാണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടു ഫൈൻഡ് ദ ഇന്റഗ്രൽ ഓഫ് ദി ടൈപ്പ് പി എക്സ് പ്ലസ് ക്യൂ ഡി എക്സ് ബൈ റൂട്ട് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. സാർ എങ്ങനെ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ന്യൂമറേറ്ററിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നേരത്തെ റൂട്ടില്ലായിരുന്നു. ന്യൂമറേറ്ററിൽ നമുക്കുണ്ടായിരുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും ഡിനോമിനേറ്ററിൽ റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും. മാറ്റമൊന്നുമില്ല, നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ന്യൂമറേറ്ററിനെ നിങ്ങൾ മാറ്റി ചെയ്താൽ ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുക ഇൻറ്റു എ
പ്ലസ് ബി. ദിസ് ഈസ് ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ദാ ഇത് ഓർത്ത് വെക്കണം. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ എടാ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ആണല്ലോ, ഒരു പ്രശ്നവുമില്ല. ന്യൂമറേറ്റർ ഉള്ളത് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി. എയും ബിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ന്യൂമറേറ്ററിനെ നേരത്തെ മാറ്റിയതുപോലെ മാറ്റിയതു. ഈസിയാടാ, നോക്കിക്കേ. 4x - 10 ബൈ റൂട്ട് x - 2 ഇൻറ്റു x - 3 dx. ഇതൊക്കെ കണ്ടാൽ തന്നെ ഈ ഒരു ടൈപ്പാണെന്ന് എങ്ങനെയാണ് മനസ്സിലാകുക? ഇപ്പോഴല്ലേ ഇത് മനസ്സിലായത്? എടാ ഒന്നുമില്ല, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. x - 2 ഇൻറ്റു x - 3 ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി കിട്ടും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഇതാ ഇങ്ങനെ സംഭവിക്കാം. 4x - 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും നിങ്ങൾ. x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, -2 ഇൻറ്റു എക്സ് -2x, -3 ഇൻറ്റു എക്സ് -3x, -2 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് +6 ഇൻറ്റു ഡി എക്സ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. 4x - 10 dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് -2x -5x എന്ന് പറഞ്ഞാൽ -2x -3x എന്ന് പറഞ്ഞാൽ -5x + 6. ഓക്കെ റെഡി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ ആയില്ലേ. ഇനി എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലുള്ളത് എന്താണോ, ന്യൂമറേറ്ററിലുള്ളത് 4x - 10, അതിനെ നിങ്ങൾ a ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ x² - 5x + 6 + b എന്ന് പറഞ്ഞ് എഴുതുക. സോ നോക്കിക്കേ, 4x - 10 എന്ന് പറഞ്ഞാൽ a ഇൻറ്റു x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x മൈനസ് 5x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ x പോയി, ഇപ്പോൾ -5 അല്ലേ വരിക, പ്ലസ് ബി. ശരിയല്ലേ? ഇനി നോക്കി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 2ax - 5a + b. അതാണെന്ത് 4x - 10 എന്ന് പറയുന്നത്. ഇക്വേറ്റ് ചെയ്യണം. നോക്കിക്കേ, എക്സ് ഉള്ള ടേം 4x, എക്സ് ഉള്ള ടേം 2ax. അപ്പോൾ എങ്ങനെ ആൻസർ കിട്ടുക? 4x = 2ax ആണെങ്കിൽ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയി a = 4/2 എന്ന് കിട്ടും. 4/2 എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ 2 ആണെന്ന് മനസ്സിലായി. ഓക്കെ റെഡി. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നോക്കിക്കോ, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് -10 ആൻഡ് ഇവിടെ ഉള്ളത് -5a + b. ശരിയാണോ? ഇവിടെ ഉള്ളത് -10 ആൻഡ് ഇവിടെ ഉള്ളത് -5a + b. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. നോക്കി, ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. സോ -10 ഈസ് ഈക്വൽ ടു -5a. അപ്പോൾ -5 ഇൻറ്റു എൻ്റെ വാല്യൂ എത്രയാടാ? എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 ആണ്. അപ്പോൾ -5 ഇൻറ്റു 2 + b. അതായത് -5 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -10 ആണ്. ഈ -10 ഇങ്ങോട്ട് വന്നാൽ -10 + 10 വരും. അതായിരിക്കും എന്ത്? b. അപ്പോൾ ബീൻ്റെ വാല്യൂ എന്താ? 0. അപ്പോൾ എയും കിട്ടി, ബിയും കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി മാറ്റണം. സോ ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ സിമ്പിളായിട്ട് ശ്രദ്ധിക്കുക. റെഡി. ഇതാ നോക്കിക്കേ, അടുത്ത സ്റ്റെപ്പിലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇൻ്റഗ്രൽ 4x - 10 dx ബൈ റൂട്ട് x² - 5x + 6. അപ്പോൾ നമ്മളിവിടെ ന്യൂമറേറ്ററിന് പകരം എന്താ ഇങ്ങനെയാണ് കൊടുത്തത്. 4x - 10 = a ഇൻറ്റു 2x - 5 + b. ഇത് നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി. അതായത് ഇതിന് പകരം നമ്മൾ മാറ്റി എഴുതുന്നത്, നോക്കിക്കേ, ന്യൂമറേറ്ററിന് പകരം 4x - 10 പകരം a ഇൻറ്റു 2x - 5. എൻ്റെ വാല്യൂ 2 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 2x - 5 പ്ലസ് b എന്ന് പറഞ്ഞാൽ എന്താ? 0 ഡിവൈഡഡ് ബൈ നമ്മുടെ ഫംഗ്ഷൻ റൂട്ട് ഓഫ് x² - 5x + 6. നോക്കിക്കേടാ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനിതാ ഇതിവിടെ സ്പ്ലിറ്റ് ചെയ്യാനില്ല, 0 അല്ലേ? അത് പോട്ടെ, 0 ഉള്ളത് പോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ ആൻസർ കിട്ടി ഇങ്ങനെ. 2 കോൺസ്റ്റൻറ്റ് പുറത്ത് 2x - 5 ഡിവൈഡഡ് ബൈ റൂട്ട് x² - 5x + 6 ഇങ്ങനെ കിട്ടുക. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൂടി വരികയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാനൊരു എക്സാമ്പിൾ വെറുതെ ഇതാണ്, ഇങ്ങനെ എറ്റാൻ വരികയായിരുന്നു. 1/√x² - 5x + 6 എന്നൊക്കെ വരികയായിരുന്നു. ഇവിടെ 1 ആയിരുന്നെങ്കിലാണ്, ഇവിടെ 1 അല്ല, 0 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. റൂട്ടിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ഡിഗ്രി വന്നു, സ്ക്വയർ കംപ്ലീഷൻ ചെയ്തിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഉള്ളത് നമ്മുടെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും ഇത് ഫംഗ്ഷനുമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റും. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്കൊരു കേസ് ഇവിടെ നമുക്ക് 0 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കണ്ട. സോ ഇനി നോക്കിക്കേ നിങ്ങൾ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത്രയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. എടാ ഇത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. എടാ നോക്കിക്കേ, 2x - 5 ഇവിടെ x² - 5x + 6. ഇതാണ് ഫംഗ്ഷൻ എങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ഇവിടെ ഉള്ളത്? കാരണം നിങ്ങൾ എന്തായാലും ഡിനോമിനേറ്ററിലുള്ളതാ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് ഇവിടെ അത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ന്യൂമറേറ്ററിലുള്ളത് ഡെറിവേറ്റീവും ഡിനോമിനേറ്ററിലുള്ളത് ഫംഗ്ഷനായിട്ടാണ് കിട്ടുക. ഇപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ ആ ഫംഗ്ഷനും. എടാ നിങ്ങൾ പഠിച്ചൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ഇൻ്റഗ്രൽ f' / ആണെങ്കിൽ ഇൻറ്റു dx നിങ്ങൾക്ക് ആൻസർ കിട്ടുക 2√f(x + c).
നേരത്തതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞത് എഫ് ഡാഷ് ബൈ എഫ് ഡി എക്സ് ആണെങ്കിൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഡാഷ് ബൈ റൂട്ട് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ടു റൂട്ട് എഫ് ഓഫ് എക്സ്. സിമ്പിൾ. സോ ഇവിടെ ആ ഫോമിലാണുള്ളത് ഇൻറ്റു 2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടി. നോക്കിക്കേടാ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാ ഇൻ്റഗ്രൽ 4x - 10 അല്ലേ. ഇൻ്റഗ്രൽ 4x - 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x + 6 ഈക്വൽ ടു, ഇവിടെ ഒരു 2 കോൺസ്റ്റൻറ്റ് പുറത്തുണ്ട്. അപ്പോൾ 2 ഇൻറ്റു നമ്മളോട് പറഞ്ഞത് എന്താ, 2 റൂട്ട് എഫ് ഓഫ് എക്സ്, അതായത് 2 റൂട്ട് എഫ് ഓഫ് എക്സ്. ഇവിടെ ഫംഗ്ഷൻ എന്താടാ, എക്സ് സ്ക്വയർ മൈനസ് 5x + 6. അപ്പോൾ അതാ എക്സ് സ്ക്വയർ മൈനസ് 5x + 6 + c. സോ യുവർ ആൻസർ വിൽ ബി 4 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x + 6. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. ലാസ്റ്റ് ഒരു ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് c കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈസി. എന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ പ്ലസ് ഒരു 1/റൂട്ടിൻ്റെ ഉള്ളിൽ ആ ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈപ്പിൽ ചെയ്ത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്തിട്ട് ആ ആൻസർ കൂടി അതിനോട് ആഡ് ചെയ്ത് കൊടുക്കണം. ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. ഇതൊരു പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. റെഡി ആണല്ലോ. ഇനി അടുത്തത് ലാസ്റ്റ് ടൈപ്പാണ്. ഇത് വെച്ച് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു ഇക്വേഷൻ കണ്ടോ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ സർക്കിൾ, എലിപ്സ് ഒക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ഏരിയ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റാണ്. നോക്കിക്കേ, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇതുവരെ പഠിച്ചതില്ലേ ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ഡിഗ്രി, അതായത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഒക്കെ. പിന്നെ രണ്ടാമത്തെ കേസ് പഠിച്ചത് ഡിനോമിനേറ്ററിൽ റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് സെക്കൻഡ് ഡിഗ്രി. നോട്ട് ചെയ്യണേ. ഇനി ന്യൂമറേറ്ററിൽ റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് സെക്കൻഡ് ഡിഗ്രി. ഇനി അല്ലാതെ ന്യൂമറേറ്ററിൽ തന്നെ സെക്കൻഡ് ഡിഗ്രി വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുക, ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൂടെ. എക്സ് സ്ക്വയറിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇതാ x³ / 3 പ്ലസ് 3 എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ 3x² / 2. ഇത് നമുക്ക് സാധാരണ അറിയാവുന്ന നോർമൽ സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? അപ്പോൾ അതാ നോക്കിക്കോ, ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എല്ലായിടത്തും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക x/2 വെച്ചിട്ടാണ്. ഇവിടെ x/2 ആണ്. 1/2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ x/2 x/2 ഇൻറ്റു ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് ചെയ്തത്. അതാ x/2 ഇൻറ്റു റൂട്ടിൻ്റെ ഉള്ളിലുള്ളത്, x/2 ഇൻറ്റു റൂട്ടിൻ്റെ ഉള്ളിലുള്ളത്, x/2 ഇൻറ്റു റൂട്ടിൻ്റെ ഉള്ളത്. പിന്നെ അടുത്തത് വരെ ഒരു a²/2 അതിന് മുമ്പിലുള്ള സൈന്, ഇവിടെ കോൺസ്റ്റൻറ്റിന് മുമ്പിലുള്ള സൈൻ ഏതാ നോക്കുക, പ്ലസ് എ സ്ക്വയർ. അപ്പോൾ അതാ ഇവിടെ പ്ലസ് a²/2. ഇവിടെ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ഇവിടെ മൈനസ് a²/2. ഇവിടെ കോൺസ്റ്റൻറ്റിന് മുമ്പിലുള്ള സൈന് പ്ലസ്സാണ്. അപ്പോൾ പ്ലസ് a²/2. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി ആലോചിച്ച് അടുത്ത കേസ് 1/√x² പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചത് ലോഗ് മോഡ് x പ്ലസ് √x² പ്ലസ് എ സ്ക്വയർ എന്നായിരുന്നു. ഇവിടെ 1/, ഇല്ല. പക്ഷേ √x² പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ അവിടെ പഠിച്ച റിസൾട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ബാക്കിയുള്ളത് ഇതിനോട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. a²/2 ലോഗ് മോഡ് x പ്ലസ് √x² പ്ലസ് എ സ്ക്വയർ. അതേപോലെ തന്നെ ഇവിടെ ലോഗ് മോഡ് x പ്ലസ് √x² മൈനസ് എ സ്ക്വയർ. സിമ്പിൾ. ആൻഡ് ഇവിടെ അതും സെയിമാ. നമ്മൾ 1/√a² മൈനസ് എക്സ് സ്ക്വയർ ആണ് സൈൻ ഇൻവേഴ്സ് x/a പഠിച്ചത്. ഇവിടെ a²/2 കഴിഞ്ഞിട്ട് പിന്നെ സൈൻ ഇൻവേഴ്സ് x/a ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. 9 സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. എല്ലാം അടിപൊളിയായിട്ട് പഠിക്കണം. റെഡി? നോക്കിക്കേ, √4 - x² എങ്ങനെയാണ് ചെയ്യുക? ഈ 4നെ നിങ്ങൾക്ക് മാറ്റിയിട്ട് 2² - x² എന്നാക്കിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏത് ഫോമിലേക്ക് ഇപ്പം വന്നത്, √a² - x². √a² - x² ആണ്. അപ്പോൾ അതാ ലാസ്റ്റ് സൈൻ ഇൻവേഴ്സ് x/a വരുന്ന ഈ ഒരു ഫോമിലുള്ളത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഇത്രയല്ല ആൻസർ. x/2 ഫസ്റ്റ് എന്തായാലും വരും. പിന്നെ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് 2² - x². പിന്നെ അടുത്തത് വരുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയാൽ മതി. a² മുമ്പിലുള്ള സൈന് പ്ലസ്. അപ്പോൾ പ്ലസ് a²/2, അതായത് 2²/2. പിന്നെ വരുന്നത് എന്താ, √a² - x² ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് x/a. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം എക്സ്, എക്ക് പകരം 2. ശരിയല്ലേ? a² ആണ് 2². അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ 2 പ്ലസ് c. സോ യുവർ ആൻസർ വിൽ ബി, ഒന്നുകൂടി അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ x/2 √4 - x² പ്ലസ് 2² 4/2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് x/2 പ്ലസ് c. സിമ്പിൾ. റെഡി? നോക്കണേ, ടൈപ്പ് നോക്കണം, കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അടുത്തത് x² - 25 ആണെങ്കിൽ, എടാ ഈസി അതൊക്കെ കേട്ടോ. √ ഇവിടുന്ന് സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാറുള്ളൂ. 25 എന്ന് പറഞ്ഞാൽ 5². അപ്പോൾ ഏത് ഫോമിലായിരിക്കും നോക്കിക്കേ, x² - a² എന്ന് പറഞ്ഞ ഫോമിലായി. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്താൽ, ഫസ്റ്റ് എന്തായാലും x/2 വരും. x/2 ആൻഡ് റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ വരും. ഇതാണ് ഫസ്റ്റ്. പിന്നെ അടുത്തത് a² മുമ്പിലുള്ള സൈൻ നോക്കുക, മൈനസ് അല്ലേ. അപ്പോൾ മൈനസ് a²/2. a² എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ മൈനസ് 5²/2 എന്ന് വരും. പിന്നെന്താ വരിക, എടാ √x² - a² ആണെങ്കിൽ ലോഗ് മോഡ് x പ്ലസ് പിന്നെ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താ, x² - 5²
plus c. So your answer will be x by 2 root of x square minus 25 plus 25 by 2 എന്ന് വരും log mod x plus ഈ x square minus 5 square നമുക്ക് x square minus 25 എന്ന് എഴുതി കൂടെ plus c. നോക്കിക്കേ ഈസി അല്ലേ? ഇത്രേ ചെയ്യാനുള്ളൂ. റെഡി? ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ക്വസ്റ്റ്യനോടും ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ഒരു ടോപ്പിക് 9 സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കാണ് ഇത്. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ആണെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x. എടാ ഇവിടെ ഒരു പ്ലസ് 5 ഉണ്ട്. നമ്മൾ സ്ക്വയർ കംപ്ലീഷനിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ ഈ 2x എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക ആൻഡ് അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. സോ നോക്കിക്കേ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി ചെയ്താം? ഇത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടോ. അപ്പോൾ x പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നാക്കി മാറ്റാം. 5 മൈനസ് 1 സ്ക്വയർ 5 മൈനസ് 1 എന്ന് വരും 4. അപ്പോൾ പ്ലസ് 4 എന്നാണ് എഴുതേണ്ടത്. അടുത്ത സ്റ്റെപ്പിൽ x പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്താക്കി ചെയ്താം? 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? സോ സ്റ്റാൻഡേർഡ് ഫോമിലേക്കായി. ഇനി അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ച രീതിയിലേക്ക് മാറ്റാം. ഇൻ്റഗ്രൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ആണെങ്കിൽ നോക്കിക്കേടാ ഇപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി ചെയ്തത്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ആൻസർ ഉണ്ടാവുക എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഒരു ഡി എക്സ് ഉണ്ട് കേട്ടോ. സോ നോക്കിക്കേ ഇപ്പോൾ ഇത് ഏത് ഫോമിലായി? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? വളരെ ഈസി. ഇതാ ഫസ്റ്റ് എന്തായാലും എക്സ് ബൈ 2 വരും. പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തുള്ളത് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഇത്രയേ ഉള്ളൂ. എക്സ് ബൈ 2 ഒറ്റ മിനിറ്റ്. ഇതാ എക്സ് ബൈ 2 എക്സിന് പകരം എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് ബൈ 2. പിന്നെ അടുത്തത് റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത്, അതായത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. പ്രശ്നമൊന്നുമില്ല. പിന്നെ എ സ്ക്വയറിന് മുമ്പുള്ള സൈൻ നോക്കിക്കുക പ്ലസ് അല്ലേ? അപ്പോൾ പ്ലസ് എ സ്ക്വയർ ബൈ 2. അപ്പോൾ 2 സ്ക്വയർ ബൈ 2. സിമ്പിൾ. ആൻഡ് അടുത്തത് വരുന്നത് നോക്കിയേ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അടുത്ത വരുന്നതാണ്. അപ്പോൾ ലോഗ് മോഡ് എക്സിന് പകരം എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ടിൻ്റെ ഉള്ളത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ അതാണ് നിങ്ങൾ അടുത്തത് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ. പ്ലസ് ലാസ്റ്റ് ഒരു സി കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ ഫൈനൽ ആൻസർ നോക്കിക്കോ എക്സ് പ്ലസ് 1/2. എടാ ഈ റൂട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇത് സംഭവം ഇതിൻ്റെ എക്സ്പാൻഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് പകരം എനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 എന്ന് എഴുതി കൂടെ എഴുതാം. സോ അടുത്തത് പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 4/2 എന്ന് പറഞ്ഞാൽ 2 ലോഗ് എക്സ് പ്ലസ് 1 പ്ലസ് ഈ റൂട്ടിനുള്ളതിന് പകരം നമുക്ക് നേരത്തെ അതേ സംഭവം എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 പ്ലസ് ലാസ്റ്റ് ഒരു ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് സി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. സിമ്പിളാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. എല്ലാ ഇക്വേഷൻസും കൃത്യമായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും കിട്ടും. അതൊക്കെ ഒന്ന് വർക്കായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വർക്കായിട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു ഈ സീരീസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വളരെ അടിപൊളിയായിട്ട് ചെയ്യണം. ഈ ചാപ്റ്റർ ഇനി നിങ്ങൾക്ക് ടഫ് ആകില്ല. വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.